ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു നല്ലൊരു അടിപൊളി സ്ഥലത്താണ്. അമേരിക്കയിൽ വളരെ വിരളമായിട്ടുള്ള ഇസ്ലാമിക് സെൻറ്ററിൽ ഒന്നാണിത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ഭക്ഷണം ഒന്ന് പിക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു അഫ്ഗാനി റെസ്റ്റോറൻറ്റ്, ഇത് നമ്മുടെ ഷാർലറ്റ്, ഇത് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം 6.5 മണിക്കൂർ മാറിയിട്ട് ഡ്രൈവ് ചെയ്ത് പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തെത്തി. ഇവിടെ ഒരു അഫ്ഗാനി റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പേരാണ് മൈവന്ത് കബാബ് എന്നാണ് പേര്. അപ്പോൾ അത് അവിടെ നിന്ന് ഭക്ഷണവും വാങ്ങിച്ച് ഞങ്ങൾ ഒരു ടർക്കിഷ് ഇസ്ലാമിക് സെൻറ്ററിലോട്ട് പോവാണ്. ഇതൊരു കാണേണ്ട സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ കണ്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്താറായി. ഏകദേശം ഒരു 7 മണി ആയപ്പോഴാണ് അവിടെ എത്തുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഈ മേരിലാൻഡ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റാണ്. ഷാർലറ്റിൽ നിന്ന് നമ്മൾ താമസിക്കുന്നത് നോർത്ത് കാരോളൈന. അപ്പോൾ ഇതാ കണ്ടോ, അവിടെ എത്തി. ഈ പള്ളി കണ്ട, ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് പോകണം. ഇത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തി ഒന്ന് ഫ്രഷൊക്കെ ആയി. പിന്നെ അവിടെ ഹോട്ടൽ റൂമൊക്കെ എടുത്ത്, ഇതിനകത്ത് തന്നെ ഹോട്ടലും ഉണ്ട്. റൂം എടുത്ത് എത്തിയ സമയത്ത് ഏകദേശം ആദ്യത്തെ നമസ്കാരം മഗ്രിബായിരുന്നു. മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയതാണ്. അപ്പം അവിടെ ഞാൻ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ഈ ലൈറ്റിങ്ങൊക്കെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. കുറേ നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ച്. അപ്പോൾ ഓരോരുത്തരായിട്ട് ആൾക്കാർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമാണ്. മഗ്രിബിൻ്റെ ആ സമയത്ത് ഇവരുടെ മഗ്രിബും ഇഷായും അതുപോലെ തന്നെ ഫജറിനും ഉണ്ടാവും. ഇവരുടെ ലൈറ്റിങ്ങൊക്കെ നല്ല, ആ കാർപ്പറ്റും അതിൻ്റെ കളറും എല്ലാം കൊണ്ടും വളരെ രസമാണ്. ഉള്ളിലിരിക്കാനും കണ്ട് നോക്കി ഇരുന്നു പോകും. മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ്. മഗ്രിബും അവിടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഹോട്ടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കാണാൻ പിള്ളേരും കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ മഗ്രിബ് നിസ്കരിച്ച് ഇറങ്ങി. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ വിചാരിക്കും ഇതേതോ നമ്മൾ മിഡിൽ ഈസ്റ്റ് ഏതോ സ്ഥലമെന്ന് വിചാരിക്കും. അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് ദിയാനെറ്റ് സെൻറ്റർ എന്ന് പറയും. ദിയാനെറ്റ് സെൻറ്റർ ഇവിടെ ലാൻഹാം എന്ന് പറയുന്ന, മേരിലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ലാൻഹാം എന്ന് പറയുന്ന ഒരു സിറ്റി, ഇവിടെയാണ് ഈ ദിയാനെറ്റ് സെൻറ്റർ നിൽക്കുന്നത്. ഈ മസ്ജിദ് ടർക്കിഷുകാരുടെയാണ്. ഇപ്പം നമ്മൾ തുർക്കിയ എന്ന് പറയും. തുർക്കികളുടെ മസ്ജിദാണ്. അവരുടെ കൾച്ചറൽ സെൻറ്ററാണ്. ഇതൊരു വലിയൊരു കോംപ്ലക്സാണ്. അതായത് അമേരിക്കയിൽ ഇതുപോലെയുള്ള ഇസ്ലാമിക് സെൻറ്റേഴ്സ് വളരെ കുറവാണ്. ഇത് തുർക്കി ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 2004 ഇങ്ങനൊരു സംരംഭം ഇവിടെ കൊണ്ടുവരണം. തുർക്കികളുടെ കൾച്ചർ, അവരുടെ റിലീജിയൻ, അവരുടെ ആർട്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാം ഇവിടുത്തെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താനായിട്ട് അതുകൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2004 പ്ലാൻ ചെയ്തു. 2013 ഇവർ ആദ്യത്തെ ഒരു മെയിൻ സ്ട്രക്ചർ, എനിക്കൊന്ന് ഈ മസ്ജിദ് ആയിരിക്കണം, 2013 കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് 2016 ബാക്കി എല്ലാം കഴിഞ്ഞ് 2016 ഇത് ഉദ്ഘാടനം ചെയ്തു. ഇത് പള്ളിക്കകത്ത് നമുക്കൊന്ന് പോയിട്ട് ഇൻഷാ അല്ലാ ഞാൻ പള്ളിയുടെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് പള്ളിയുടെ എൻട്രൻസ് കണ്ട, വളരെ അടിപൊളി എൻട്രൻസ്. അതായത് യഥാർത്ഥത്തിൽ നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ തുർക്കിയിലാണ് എന്ന് വിചാരിച്ചു പോകും. ആ പഴയ ആർട്ട്, ഇതേ സ്റ്റൈലിലുള്ള ആർട്ടാണ് നമ്മൾ ആക്ച്വലി മക്കത്ത് പോയാലും. മക്കത്തിൽ പണ്ട് തുർക്കികൾ ഉസ്മാനിയ ഭരണകൂടം ഭരിച്ചിരുന്ന സമയത്ത് അവരും മക്കക്കകത്തും ആ പള്ളിക്കകത്തും ഉണ്ടാക്കിയിരിക്കുന്ന പല തൂണുകളുടെയും സ്ട്രക്ചർ ഇങ്ങനെ തന്നെയാണ്. അതായത് ആ ഡിസൈനൊക്കെ ഇങ്ങനെ, ആർച്ച് ഇങ്ങനെ തന്നെയാണ്. സെയിം ഡിസൈൻ, സെയിം സ്ട്രക്ചറാണ്. അപ്പോൾ ഇതാണ് നോക്കിയേ, ഇത് മറ്റേ പള്ളിയുടെ ഉള്ളിലാണ്. ഓക്കെ. പള്ളിയുടെ ഉള്ളിൽ വളരെ വളരെ മനോഹരമാണ്. പല സ്ഥലങ്ങളിലും മുകളിൽ ആയത്തുകൾ എഴുതിയിട്ടുണ്ട്.
ഈ ആർച്ചുകളുടെ ഒരു കോംപ്ലക്സ് തന്നെ ഉണ്ട്, ഒന്നിന് പുറത്ത് ഒന്നായിട്ട്. ഈ തുർക്കി ഡിസൈനാണ്, അടിപൊളി എന്ന് തന്നെ പറയാം. അതായത് കയറിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഇരിക്കാനും. പിന്നെ ഇത് കണ്ട ലൈറ്റിംഗ് ഒക്കെ വളരെ ഭംഗിയാണ്. ഇത് വളരെ ഡീറ്റെയിൽഡ്, ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ കണ്ട, ഇത് വലിയൊരു ഇതിനകത്ത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നില്ല, പക്ഷേ വലിയൊരു ഡോമാണ്, കുബ്ബയാണ് മുകളിൽ, ഭയങ്കര വലിയൊരു കുബ്ബയാണത്, ഡോമാണ്. അപ്പോൾ ഇതാണ് മിമ്പർ നമ്മുടെ. ഇത് ഇമാം കയറി നിന്ന് പ്രസംഗിക്കുന്ന ഫ്രൈഡേ ജുമാ നമസ്കാരം ഖുത്ബ പ്രസംഗം ചെയ്യുന്ന സ്ഥലമാണ്. അതും എല്ലാം പഴയ സ്റ്റൈലിലാണ്. ഇത് മദീനത്ത് പോയാലും ഇതുപോലെ കാണാൻ പറ്റും, പഴയ മിമ്പർ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഇസ്ലാമിക് കാലിഗ്രാഫി പലയിടത്തും അത് വെച്ചിട്ടുണ്ട്. പഴയ സ്റ്റൈലിലെ വലിയ വലിയ ഖുർആൻ വെക്കുന്ന റെഹാൽ അതുണ്ട്. ഈ സ്റ്റെയർ കേസ് കാണുന്ന മുകളിലത്തെ നില സ്ത്രീകൾക്കുള്ളതാണ്, സിസ്റ്റേഴ്സ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുറകിൽ സ്ത്രീകൾക്കുള്ളതാണ്, മുകളിലും സ്ത്രീകൾക്കുള്ളതാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരു ഗാർഡൻ. നമ്മളേതൊരു ഗാർഡനിൽ പോയ ഒരു പ്രതീതിയാണ് അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്നത്. കണ്ട, ഇതിനകത്ത് പള്ളി മാത്രമല്ല, വളരെ അധികം സ്ട്രക്ചേഴ്സ് ഉണ്ട്. പല സ്ട്രക്ചറും ഓരോ ഫങ്ഷനും, അതായത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പല ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ട്രാവൽ ഈ വഴി മസാച്യൂസെറ്റ്സിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ തങ്ങാനുള്ള ഹോട്ടൽ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഇവിടെ 100 മുറികളുണ്ടെന്നാണ് പറയുന്നത്. 100 മുറികൾ, 4 തരത്തിലുള്ള 4 സൈസിലെ മുറികൾ, 100 മുറികളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മുറിയിൽ ഞങ്ങൾ ഇന്നലെ തങ്ങി. ഇവിടെ പള്ളിയും എല്ലാം സെയിം കോമ്പൗണ്ടിലാണ്, അതുകൊണ്ട് ഫജർ നിസ്കരിക്കാനും എളുപ്പമായി. പിന്നെ ഇവിടെ കഫറ്റേരിയ ഉണ്ട്, പിന്നെ ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ട്, കൂടാതെ ഒരു ഈവൻറ്റ് ഹാളുണ്ട്. അതായത് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അതിന് ഉള്ള സൗകര്യമുള്ള ഒരു ഹാളുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തുറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇവിടെ രാവിലെ 10:25 പക്ഷേ ഇവരുടെ കഫേ, ഇവരുടെ റെസ്റ്റോറൻറ്റ് 11:30 തുറക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം. തുറന്നിട്ടുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് ഇവർ മസ്ജിദ്. ഈ മസ്ജിദ് പണിതിരിക്കുന്നത് തുർക്കിയിലെ തുർക്കിയുടെ തലസ്ഥാനമായ ഈസ്താംബൂളിലെ വളരെ പ്രസിദ്ധമായ ബ്ലൂ മസ്ജിദ് എന്ന് പറയും. അതായത് ബ്ലൂ മസ്ജിദ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സുൽത്താൻ അഹമ്മദ് എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന ബ്ലൂ മസ്ജിദ്. ഈ ബ്ലൂ മസ്ജിദും ഹായ സോഫിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും നേരെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ മസ്ജിദിൻ്റെ അതേ പ്രതിച്ഛായയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കറങ്ങി നോക്കാം, ഇതിൻ്റെ പല ബിൽഡിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്, എൻ്റർ ചെയ്യുന്നത് കൾച്ചറൽ സെൻറ്റർ എഴുതിയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഞങ്ങളവിടെ എത്തുന്നത് ചൊവ്വാഴ്ചയാണ്. മിക്കവാറും ആക്ടിവിറ്റീസൊക്കെ ഒരുപക്ഷെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇവിടെ ബിസി ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പല സ്ഥലത്തുനിന്നും ആൾക്കാർ ടൂറിന് വരുന്നുണ്ട്, അമേരിക്കൻസും അല്ലാത്തവരും ഈ സെൻറ്റർ കാണാനായിട്ട്. വളരെ വൃത്തിയും വെടിപ്പുമായിട്ട് വെച്ചിട്ടുണ്ട്, കാണാൻ വളരെ ഭംഗിയുണ്ട്. കയറിയാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലൈബ്രറി കാണാനായിട്ട് 2ാമത്തെ നിലയിലോട്ട് പോവാണ്, ലൈബ്രറിയിലോട്ട്. ഓക്കെ, അപ്പോൾ ലൈബ്രറിയിലുള്ള അതിൻ്റെ ഇതാണ്, ആ ഫ്ലോറാണ് 2ാമത്തെ ഫ്ലോർ. അവിടെ എത്തി. അപ്പോൾ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. കാലിഗ്രാഫി എല്ലായിടത്തും ഉണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ പല സാധനങ്ങൾ, താഴെ ഗ്ലാസിൻ്റെ ഡോം എല്ലാം കാണാം. ഇതാണ് ലൈബ്രറി. അപ്പോൾ ലൈബ്രറിക്കകത്ത് ക്വയറ്റ് സോൺ എഴുതിയിട്ടുണ്ട്. നല്ല ഫർണിച്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് കസേരയും ടേബിളൊക്കെ ആൾക്കാർക്ക് ഇരുന്ന് വായിക്കാനും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എഗെയിൻ വീക്ക് ഡേ ആയത് കാരണം മാത്രമല്ല, സ്കൂൾ ഒഴിവാണ്, ഇവിടെ കുട്ടികളൊന്നുമില്ല, എല്ലാവരും സ്കൂൾ തുടങ്ങാനാകുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ ഇപ്പം ആൾക്കാർ കുറവ്. ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ നല്ല സ്ഥലം, നല്ല അറ്റ്മോസ്ഫിയർ, ശാന്തമാണ്. ഇവിടെ ഇരുന്ന് പഠിക്കാനോ വായിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ബുക്കൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഷെൽഫിലൊക്കെ. ഞാൻ നോക്കുമ്പം കണ്ടത് അധികവും ടർക്കിഷ് ലാംഗ്വേജിലുള്ള ബുക്കാണ്. ഇംഗ്ലീഷ് ബുക്ക് ഞാനൊന്നും കണ്ടില്ല, പക്ഷേ ഞാൻ അത്ര സമയമൊന്നും എടുത്തില്ല. അവിടെ ഒന്ന് പെട്ടെന്ന് കയറി ഇറങ്ങിയെന്നേ ഉള്ളൂ. ഞങ്ങൾ വേറൊരു ട്രിപ്പിലൊരു ജെം ഷോയ്ക്ക് പോകുന്ന വഴിക്ക് കയറിയതാണ്. അപ്പോൾ ഇത് നല്ല കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം, ഇവിടെ ഒരു ഖുർആൻ്റെ ഒരു ബുക്ക് ഞാൻ കണ്ട്, ട്രാൻസ്ലേഷൻ ആയിരിക്കാം, ഇംഗ്ലീഷിലോ
ഇതുപോലെ തന്നെ ക്യാബിൻ, കുറച്ചുകൂടെ പ്രൈവസി വേണമെങ്കിൽ ക്യാബിൻ. ഇതിനകത്തു നിന്ന് നോക്കിയാൽ കാണുന്ന രംഗമാണ് ഈ കാണുന്നത്, അതായത് ലൈബ്രറിയുടെ ഉള്ളിൽ നിന്ന്. ഇതൊരു ഗ്ലാസ് ഡോമാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് ഡോം. ഇത് ക്യാമറയിൽ ഒരുപക്ഷെ ക്ലിയർ ആകുന്നില്ല, കണ്ടില്ലേ? ഒരു ഗാർഡൻ, നല്ലൊരു അടിപൊളി ഗാർഡനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് നമുക്ക് അങ്ങോട്ട് പോവാം ഇൻഷാ അല്ലാ. ഒന്ന് ചുറ്റുവട്ടം നോക്കിയാൽ വളരെ മനോഹരമാണ്, നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി, പക്ഷേ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റിയുടെ വണ്ടി കാണാം. ഈ നടുവിൽ കാണുന്ന ബിൽഡിംഗ് അതാണ് ആക്ച്വലി ഹോട്ടൽ. ഈ കാണുന്ന നടുവിൽ കാണുന്ന ബിൽഡിംഗ് ഹോട്ടലാണ്, ഹോട്ടലുണ്ട്. കൂടാതെ അവിടെ ഹിഫ്ദിനുള്ള ഈ ഖുർആൻ മെമ്മറൈസ് ചെയ്യുന്ന പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നടന്ന് നേരെ നമ്മുടെ ഗിഫ്റ്റ് ഷോപ്പ്, സോഷ്യൽ ഹാൾ, അതുപോലെ തന്നെ കഫറ്റീരിയ അങ്ങോട്ടേക്ക് പോവാണ്. ഈ ബിൽഡിംഗ് ഉണ്ട്, എല്ലാ ബിൽഡിങ്ങും ടർക്കിഷ് ഡിസൈൻ, എല്ലാത്തിനും ടർക്കിഷ് ചൊവ്വയുണ്ട്. ഇത് കഫേ തുടങ്ങിയിട്ടില്ല, കഫേ നമ്മൾ പോയപ്പം അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ സമയമില്ലായിരുന്നു, നമുക്ക് വേറൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഓടേണ്ടി വന്നു. ഇതാണ് സോഷ്യൽ ഹാൾ. ഈ ഹാളിൻ്റെ എൻട്രൻസ് ആണ്, ഇത് ഹാളല്ല, ഹാള് നേരെ കാണുന്ന ആ വാതിൽ കയറി കഴിഞ്ഞാലാണ് ഹാൾ. പക്ഷേ ഇത് തന്നെ കണ്ട നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കതകുകൾ, അതുപോലെ തന്നെ ജനൽ, ഇതൊക്കെ വളരെ നല്ല ഡിസൈൻ, കണ്ടാൽ അതിശയം തോന്നും. അതായത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഗിഫ്റ്റ് ഷോപ്പ്. ഇതിനകത്ത് പല കാര്യങ്ങളും കാണാം. എന്താണ് ഗ്രോസറി, ഗിഫ്റ്റ്, അത് രണ്ടുമുണ്ട്. ഈ കാണുന്ന ഈ കോപ്പറിൻ്റെ ഐറ്റംസ് ഇവർ ടർക്കിഷ് കോഫി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ടർക്കിഷ് കോഫി എന്ന് പറയുന്നത് അറിയാമല്ലോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഫിയാണ്. പുറത്തിരുന്നും ആൾക്കാർക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട്, കഫേ ഉണ്ട്. അപ്പോൾ ഇതാണ് ചുറ്റുപാട് നോക്കിയാൽ എല്ലാം നല്ല രസമാണ്. പുറത്ത് റോഡ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നതും, നല്ലൊരു ഇതാണ്. ഇത് കുട്ടികളുടെ പ്ലേസ്. ഇതിൻ്റെ പുറകിൽ ആക്ച്വലി 10 ഇൻഡിവിജ്വൽ വീടുകളുണ്ട്, 3 നില കെട്ടിടങ്ങൾ. അതും വാടകയ്ക്ക് എടുക്കാം. ഓരോ വീട് വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കാം, 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക്. അപ്പോൾ ഇത് ആണ് നമ്മുടെ ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് മുകളിൽ പോയാൽ ഹോട്ടലാണ്, പലതരത്തിലുള്ള റൂംസ് ഉണ്ട്. റൂംസും വളരെ ഭംഗിയായിരുന്നു, എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു മാഷാ അല്ലാ. കാര്യം പള്ളി കോമ്പൗണ്ടിലാണ്, അതുകൊണ്ട് എപ്പോൾ വേണേൽ 5 നേരം നിസ്കരിക്കാൻ വേണമെങ്കിൽ പോവാം, അത്ര വലിയ എക്സ്പെൻസീവും അല്ല. ഈ കാണുന്നത് ഇത് ഇവരുടെ സ്വിമ്മിംഗ് പൂള്, ഇവരുടെ ടർക്കിഷ് ബാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ടും വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട സ്ഥലം. അപ്പോൾ ഇത് ആണ് ദിയാനത്ത് സെൻറ്റർ. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.